അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 1ാം ക്ലാസ്സുകാർക്ക് ഇന്നത്തെ പരീക്ഷയായ ദുറൂസ് അറബി മലയാളത്തിന് വന്ന ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് അൽ ഖിറാഅത്തു വായന എന്നതിലെ എന്തെല്ലാം ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം, ബലൂണിൽ എഴുതിയത് വായിക്കാം. ഇവിടെ 6 നിറങ്ങളിലുള്ള ബലൂണുകൾ തന്നിട്ടുണ്ട്. ഇതിലെ ഫസ്റ്റത്തെ ബലൂണിൽ എന്താണ്? ധ. രണ്ടാമത്തെ ബലൂണിൽ എന്താ? ഛ. മൂന്നാമത്തെ ബലൂണിൽ ഫ. നാലാമത്തെ ബലൂണിൽ ണ്ട. അഞ്ചാമത്തെ ബലൂണിൽ എന്താണ്? ഴ. ആറാമത്തെ ബലൂണിൽ ള. ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. ചേർത്ത് വായിക്കാം. ഇവിടെ എന്താണ്? 2 പദസൂര്യനാണ് തന്നിട്ടുള്ളത്. ഇത് ചേർത്ത് വായിച്ചു കൊടുക്കാനാണ്. അതിൽ ഒന്നാമത്തത് ചങ്ങാതി, രണ്ടാമത്തതോ അതിൽ ചാല് ചങ്കിൽ കുടുങ്ങി. ഇനി രണ്ടാമത്തെ പദസൂര്യനിൽ എന്താണ് എഴുതിയിട്ടുള്ളത്? ചേർത്ത് വായിക്കാം. ഡോളർ, ഡോക്ടർ. ഇനി മൂന്നാമത്തെ പ്രവർത്തനം നോക്കാം. പുസ്തകത്തിൽ എഴുതിയത് വായിക്കാം. എന്തൊക്കെയാണ് പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്? വടി, മാങ്ങ, മഴു, യമു. ഇനി നാലാമത്തെ പ്രവർത്തനം, ഇലയിൽ എഴുതിയത് വായിക്കാം. എന്താണ് ഇലയിൽ എഴുതിയിട്ടുള്ളത്? ഒരു വാചകമാണല്ലേ. കുട്ടി ഊഞ്ഞാൽ ആടി. ഇത്രയും പ്രവർത്തനങ്ങളാണ് വായന എന്നതിൽ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ എഴുത്ത് എന്ന ചോദ്യപേപ്പറിൽ എന്തെല്ലാം ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം, ചിത്രത്തിൻ്റെ പേരുകൾ അറബി മലയാളത്തിൽ എഴുതാം. ഇവിടെ 3 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ഠാലം, രണ്ടാമത്തത് ഘടികാരം, മൂന്നാമത്തത് ഛത്രം. ഇത് 3ഉം അക്ഷരത്തെറ്റില്ലാതെ എഴുതണം. ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. വിട്ട അക്ഷരം എഴുതാം. ഇവിടെ എന്തൊക്കെ 3 ചിത്രങ്ങളാണ് തന്നിട്ടുള്ളത്? ചക്ക, ഗുളിക, പല്ല്. ഇവിടെ ചക്കയുടെ അവിടെ ച എന്ന് എഴുതുക. ഗുളിക എന്നുള്ളതിന് ളിക എന്ന് തന്നിട്ടുണ്ട്. ഗു എന്ന് എഴുതി കൊടുത്താൽ മതി. ഇനി മൂന്നാമത്തെ പല്ല് എന്നുള്ളതിൽ ല് എന്ന് തന്നിട്ടുണ്ട്. അവിടെ പ എന്ന് എഴുതി കൊടുത്താൽ മതി. ഇനി മൂന്നാമത്തെ പ്രവർത്തനം, നിറം നൽകാം. ഇവിടെ ഒരു വാചകം തന്നിട്ടുണ്ട്. പക്ഷികൾ പറന്നു. ഇതിന് നല്ല ഭംഗിയിൽ വൃത്തിക്ക് നിറം നൽകുക. ഇനി നാലാമത്തെ പ്രവർത്തനം, ബോർഡിലേക്ക് എഴുതാം. ഇവിടെ തന്നിട്ടുള്ള പദങ്ങളൊക്കെ അതേപോലെ ബോർഡിലേക്ക് തെറ്റില്ലാതെ എഴുതിയാൽ മതി. ഒന്നാമത്തത് പഠിക്കണം, രണ്ടാമത്തത് ഔഷധം, മൂന്നാമത്തത് കുലുങ്ങും, നാലാമത്തത് സ്വർഗം. ഇനി ഏറ്റവും അവസാനത്തെ പ്രവർത്തനം, അഞ്ചാമത്തെ എന്താണ്? വിട്ട അക്ഷരം ടി വിയിൽ നിന്നും എടുത്തെഴുതാം. ഇവിടെ ടി വിയിൽ തന്നിട്ടുള്ളത് ധു, ധ, ഭൂ, ഫ എന്നീ അക്ഷരങ്ങളാണ്. അത് ഇവിടേക്ക് എഴുതുമ്പോൾ ഒന്നാമത്തത് മധുരം, രണ്ടാമത്തത് കഥനം, മൂന്നാമത്തത് സഫലം, നാലാമത്തത് അത്ഭുതം. അത് കറക്റ്റായിട്ട് അക്ഷരങ്ങൾ ഇതിലേക്ക് എടുത്തെഴുതണം. കുട്ടികളോട് ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു നോക്കുക. അവരെന്തൊക്കെയാണ് എഴുതിയതെന്ന് അറിയാൻ പറ്റും. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുട്ടികൾക്ക് എഴുതാൻ എളുപ്പമായിരുന്നോ ബുദ്ധിമുട്ടായിരുന്നോ എന്നൊക്കെ കമൻസിലൂടെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു ചോദ്യപേപ്പറുമായിട്ട് നമുക്ക് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.